ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണണം കേട്ടോ. അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അതിന്റെ ബാക്കി ഭാഗമാണിത്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്കുള്ള കുറച്ച് ഭാഗങ്ങളാണിത്. ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേയ്സിലാണ്. ഞാനൊക്കെ വിചാരിച്ച ഹോളിഡേയ്സിൽ പോകുമ്പോഴാണ് നല്ല തിരക്കുണ്ടാവാന്ന്. ഈ ഒരു ദിവസവും നല്ല തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ. റോസ് ഗാർഡനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. രാത്രിയിലൊക്കെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതുപോലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അവിടെ കുറെ പൂക്കളും ചെടികളും ഒക്കെയാണ് ഉള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ എല്ലായിടത്തും നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ റോസ് ഗാർഡനിൽ. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൂപ്പ് ഫോട്ടോസും സെൽഫിയൊക്കെ ആയിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഫ്ലവേഴ്സും ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നല്ലൊരു ഫ്രണ്ട്സ് വൈബായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. കാരണം അത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല വീഡിയോ എടുത്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി മാറും. അതുകൊണ്ട് തന്നെ അവിടുന്ന് പരമാവധി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി. പിന്നെ പുറത്ത് കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഇവിടെ ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ മക്കളുടെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാതിരിക്കില്ല. അങ്ങനെ കുറച്ചു പേരൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് ഉള്ളില്. അങ്ങോട്ടേക്ക് പോയില്ല. ഞാനും വേറെ ഫ്രണ്ട് മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനാണ് പോയത് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് പേര് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ചിലരുടെ അടുത്ത് കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടാണ് കേട്ടോ. നല്ല വെയില് നമ്മളെ കണ്ണിലേക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ണിന് എന്തായാലും നമ്മൾ സംരക്ഷണം കൊടുക്കണമല്ലോ. രാവിലെ ഒരു 9-9:30 വരെയാണ് തണുപ്പ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ടൈമിലൊക്കെ നല്ല ചൂട് തന്നെ ആയിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങള് മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്രയാണ് കേട്ടത്. അപ്പൊ പോകുന്ന വഴിക്ക് കുറെ കാഴ്ചകളുണ്ട്. അവിടെ ഈ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. തേയിലക്കൊട്ടൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ഓരോ ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർ കുറെ എടുക്കും. ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റേറ്റും കൂടും കേട്ടോ. 100 രൂപ എന്നാണ് ആദ്യം പറയാ. പക്ഷെ നമ്മൾ എത്ര ഫോട്ടോ സെലക്ട് ചെയ്യണം അത്രയും എമൗണ്ട് കൂടും. ഒരു ഫോട്ടോക്ക് 40 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2-3 പേരെ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം മാട്ടുപെട്ടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയുണ്ടത്. നല്ല ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ മാട്ടുപെട്ടിയിൽ ഞങ്ങൾ ഇറങ്ങില്ല. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പാർക്കിലാണ് ഞങ്ങൾ പോയത്. അവിടെ ബോട്ടിങ്ങും കുട്ടികൾക്കുള്ള പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. സൺമൂൺ വാലി ബോട്ടിംഗ് സെന്റർ അവിടേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഇപ്പൊ ഈ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ആൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾ ഇറങ്ങിയില്ല. ആളവിടെ വണ്ടിയിൽ റെസ്റ്റ് എടുക്കായിരുന്നു. ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കുട്ടികളുടെ പാർക്ക്, പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ 7 ആള് വെച്ചിട്ടാണ് ഒരു ബോട്ടിൽ കയറുന്നത്. 1400 രൂപയാണ് ഒരു ബോട്ടിന് വരുന്നത്.
അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇറങ്ങുമ്പോ വലിയ കുഴപ്പമില്ല, പക്ഷെ കേറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മള് അതിരപ്പള്ളിയൊക്കെ പോയാലുള്ള ഒരു ഇറക്കണ്ടല്ലോ, അതേപോലെ ആയിരുന്നു ഇങ്ങോട്ടുള്ള ഇറക്കം. ഞങ്ങളവിടെ എത്തിയ സമയം നന്നായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുള്ളൂ. കറക്റ്റ് ടൈമിന് തന്നെ ഞങ്ങൾ എത്തി. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആയി പോവും. അപ്പൊ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ കുറച്ച് പേര് ബോട്ടിൽ ഇരുന്നിട്ട് ഒരാള് പാരച്ചൂട്ടുമ്പോ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുണ്ട് കേട്ടാ. അത് കാണുമ്പോ നമുക്ക് പേടിയാവും, പക്ഷെ ധൈര്യമുള്ളവരാണ് അങ്ങനെ ചെയ്യുള്ളൂ കേട്ടാ. ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോ ഒരു ടീം അവിടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് ഇവിടുന്നാണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാവരും ബോട്ടിൽ കയറാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്നിട്ട് അതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ടീം പോയിട്ടുണ്ട്. 7 പേരടങ്ങുന്ന ഒരു ടീമാണ് ആദ്യം പോകുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളും എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടാ. മേം പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോസും വീഡിയോസും ഞാൻ എടുക്കുന്നതുകൊണ്ട് ആരും എടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെ സ്പീഡ് ബോട്ടാണല്ലോ, അപ്പൊ അതിങ്ങനെ ചരിഞ്ഞൊക്കെ പോകുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരുടെ ഫേസും അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല എൻജോയ് ചെയ്തിട്ടാ പോയത്. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ സാറ് പാടിയത്. പക്ഷെ മുഴുവനാക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നിർത്തിയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത് മുഴുവനായിട്ട് ഇതിൽ വീഡിയോയിൽ വന്നില്ല. പിന്നെ ഡ്രൈവറെ അടുത്തു നിന്നൊക്കെ പുലി ഇറങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സാർമാർ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു കേട്ടോ. 15 മിനിറ്റാ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ ഗവൺമെന്റ്
15 മിനിറ്റ് ആണ് ഈ ബോട്ട് യാത്ര. മാട്ടുപ്പെട്ടി ഡാം വരെയും ഈ യാത്ര പോകുന്നുണ്ട് കേട്ടാ. എന്നിട്ടാണ് അവിടെ നിന്നാണ് തിരിച്ചു വരുന്നത്. എവിടെ സ്ഥലം? ചേട്ടാ അങ്ങനെ ബോട്ട് യാത്ര കഴിഞ്ഞ് ഇറങ്ങി. വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഈ ഒരു ബോട്ട് യാത്ര. അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കയറിയത്. അപ്പൊ അവിടുന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി എടുത്ത് അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കയറി. ഇറങ്ങുമ്പോ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കയറാനാ കുറച്ച് ബുദ്ധിമുട്ടിയത്. അവിടുന്ന് പോന്നിട്ട് എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോ എല്ലാവരും വീണ്ടും ഇറങ്ങി. ഇത് ഞങ്ങൾ വന്ന വണ്ടിയുടെ ഡ്രൈവറാണ് കേട്ടാ. അപ്പൊ ഇവിടുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. എല്ലാവർക്കൊക്കെ ബിരിയാണിയാണ് വേണ്ടിയിരുന്നത്. അപ്പൊ ബിരിയാണി അവിടെ ഉണ്ടായിരുന്നില്ല, ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും അതന്നെ കഴിച്ചത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു പോയാൽ കുറെ സമയം പിടിക്കും നമുക്ക് ഫുഡ് കിട്ടണ സ്ഥലത്ത് എത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എല്ലാവരും കഴിച്ചു. ഫുഡ് കഴിക്കാനായാലും എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറ്റി. സാർമാർക്ക് മാത്രം 2 പേർക്ക് അപ്പുറത്തിരിക്കേണ്ടി വന്നിട്ട് ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കാട്ടാ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഒരു എക്കോ പോയിന്റ് ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഓരോരുത്തർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവർ കുറച്ച് പേരൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തേയില, പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് കുറെ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും അതുപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും ബോട്ടിംഗ് ഉണ്ട്, ഇവിടെ കയാക്കിങ്, പിന്നെ അതുപോലെ പെഡൽ ബോട്ടൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇത് ഇവിടെ ഉള്ളത് കേട്ടാ. അപ്പൊ അതിൽ ഞങ്ങൾ കയറിയില്ല. കയാക്കിംഗ് ഒക്കെ ഇവിടെ ഭയങ്കര റേറ്റാ പറയുന്നത്, 300 രൂപയ്ക്കാണ് പറയണത്. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഇവിടെ 100 രൂപക്ക് പോകുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അതൊന്നും ചെയ്തില്ല. പിന്നെ അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായിട്ട് അപ്പൊ എല്ലാവരും മാമ് പറഞ്ഞ് വാങ്ങേണ്ടവരൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി നിന്നു. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് ഇങ്ങനെ മാറി മാറി പോവുകയാണ്. അപ്പൊ അങ്ങനെ നീളനെ ഉണ്ടല്ലോ ഈ ഷോപ്പൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് മാമിന് ഞങ്ങളെ നോക്കുമ്പോ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ മാമ് വന്നിട്ട് കുറച്ച് ചീത്ത പറഞ്ഞു. കാരണം അവരുടെ ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ വന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞ മക്കളുള്ളവരാണെന്നുള്ളതൊന്നല്ല, അവരുടെ ഉത്തരവാദിത്തത്തിൽ വന്നാല് നമ്മൾ അവര് പറയണ അനുസരിച്ച് നിൽക്കണം. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് വേണം നീങ്ങാനായിട്ട്. പക്ഷെ ഞങ്ങൾ അത് ചെയ്തില്ല, പറയാതെ നീങ്ങിയതുകൊണ്ട് തന്നെ മാം ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. മാമിന്റെ മുഖത്ത് അത് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു കെയറിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഞങ്ങൾ വീടെത്തുന്നവരെയും ആ ഒരു കെയറിങ് ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ കുറച്ചധികം തന്നെ സമയം ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് പോയതിന് ശേഷം പിന്നെ നേരെ പോകുന്നത് ഒരു ഹൈഡൽ പാർക്ക് ഉണ്ട്. നമ്മൾ ഈ മൂന്നാറിലേക്ക് കയറുന്ന ഭാഗത്ത് ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ ഹൈഡൽ പാർക്കാണ്. അങ്ങോട്ടാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല, ഇവിടുന്ന് അങ്ങനെ നേരെ അങ്ങോട്ട് പോവാണ്. ഇതിങ്ങനെ കാണുമ്പോ നമുക്കൊരു വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ പകർത്തിയത് കേട്ടാ. ഇപ്പൊ അവിടുന്ന് പോകുന്നത് നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ ഈ പാർക്ക് ഉള്ളത്, ഹൈഡൽ പാർക്ക്. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇപ്പൊ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ കുറെ ഫോട്ടോസും വീഡിയോസും ഇവിടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട്, അങ്ങനെ അതിൽ പോണവർക്ക് അങ്ങനെ പോവാം. പക്ഷെ റേറ്റ് ഇത്തിരി ഓവറാണ് കേട്ടോ, 300 രൂപ, 300 400 അങ്ങോട്ട് പറഞ്ഞത്. പക്ഷെ അതിലാരും കേറിയില്ല. ഞങ്ങളുടെ കൂടെ വന്നവരൊന്നും അതിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറെ ഫോട്ടോസും വീഡിയോസും എടുത്ത് റീൽസ് ചെയ്തു. അങ്ങനെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഈ ഒരു സ്ഥലത്തും. നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഗാർഡൻ തന്നെ ആയിരുന്നു അത്. അപ്പൊ എനിക്ക് എന്റെ ഒരു വ്യൂവേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരായിരിക്കും, കുടുംബിനികളാണ്. അപ്പൊ അവരോടാണ് പറയുന്നത്, അവർ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഒരു കോഴ്സൊക്കെ എടുത്തിട്ട് നമ്മളൊരു ജോലിയിൽ കയറുകയാണെങ്കിൽ നമുക്ക് അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ.
കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അപ്പൊ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇതിപ്പോ അവര് പറഞ്ഞിട്ടൊന്നല്ല ഞാൻ പറയുന്നത് കേട്ടാ. എന്റെ ഒരു ഇഷ്ടത്തിന് എന്റെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതുപോലെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത്. ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഓഫ്ലൈൻ ചെയ്യുക, പറ്റാത്തവരാണെങ്കിൽ ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടായാലും ഈ ഒരു കോഴ്സ് ചെയ്തെടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. ഏകദേശം 5 മണി ആയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് പോരുമ്പോഴുള്ള കാഴ്ചകളാണിത്. കോട നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. തിരിച്ചു വരുമ്പോഴാണ് ഇട്ടത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഞങ്ങള് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാനായിട്ട്. 4 മണിക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. മാം കുറെ പറയുന്നു. അപ്പൊ നല്ലൊരു റെസ്റ്റോറന്റ് നോക്കിയിട്ട് കയറണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇത്രയും സമയമായി പോയത് കേട്ടാ. അപ്പൊ എല്ലാവരും കുറച്ചു പേർക്കൊക്കെ വാഷ്റൂമിൽ പോകാനുണ്ടായിരുന്നു. നമ്മൾ 1 ഡേ ടൂറാണ് എടുത്തിട്ടുള്ളത്. കുറച്ചു പേരെ ഇറങ്ങിയുള്ളൂ കേട്ടാ. കുറച്ചു പേര് വണ്ടിയിൽ തന്നെ ഇരുന്നു. ചായയും സ്നേഹമാണ് പറഞ്ഞത്. അപ്പൊ അതിനായിലിടക്ക് സാറിന്റെ ചെവി അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങള് ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു മാം. അപ്പൊ മാം പറയുന്നുണ്ടായിരുന്നു അവിടെ ഫുഡ് കഴിക്കാന്നുള്ളത്. അപ്പൊ ഫുഡ് ആർക്കും വേണ്ടാന്ന് പറഞ്ഞ കാരണം അവിടെ പിന്നെ ആരും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടാ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പൊ കൊരട്ടി എത്തിയിട്ടുണ്ട്. കൊരട്ടിയില് ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് കേട്ടോ. അപ്പൊ അവളുടെ കുട്ടീനെ ഇവിടെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തിരിച്ചു വരുന്ന വഴി കൊരട്ടിയിൽ ഇറങ്ങിയിട്ട് കുട്ടീനെ എടുത്തിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. പിറ്റേ ദിവസം ഹർത്താലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ തിരിച്ചു വരുന്ന വഴി. അപ്പൊ ഏകദേശം നമ്മുടെ സ്ഥലത്തൊക്കെ എത്താനായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വെറുതെ ബാക്കിലേക്ക് നോക്കിയതാണ്. ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നിരുന്നത്. ബാക്കിലേക്ക് നോക്കുമ്പോ മറ്റേ സാറിന് എന്തോ സംശയമൊക്കെ ഫോണിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് വന്ന ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഈ മൂന്നാർ ട്രിപ്പ്. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ട്രിപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. പിന്നെ എല്ലാവരും ഹൈപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്